ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നലെ നടന്ന പാർലമെൻറ്റ് ഇലക്ഷൻ്റെ വിശേഷങ്ങൾ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് രാവിലെ തന്നെ പോകണമെന്ന് വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും വേഗം തന്നെ എണീച്ചു പണിയൊക്കെ തീർക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ദോശ ഒന്ന് ചുടാൻ വേണ്ടിയിട്ട് തലേന്ന് അരച്ച് വെച്ച മാവ് തുറന്ന് നോക്കിയപ്പം നന്നായിട്ട് പുളിച്ച് പൊന്തിയിരുന്നു. ഇപ്പോൾ ചൂടായതുകൊണ്ടാണ് എന്താണെന്നറിയില്ല, ഇപ്പം വല്ലാതെ ഇതുപോലെ പുളിച്ച് പൊന്താറുണ്ട്. അപ്പം നമ്മളിതുപോലെ ഉഴുന്നുദോശക്കൊക്കെ അരക്കുമ്പോൾ കൂടുതൽ അരച്ച് വെച്ചിട്ട് പകുതി ഫ്രിഡ്ജിലെടുത്ത് മാറ്റി വെക്കാറാണ് പതിവ്. അപ്പോൾ 2 നേരത്തേക്ക് നമ്മളിതുപോലെ എടുക്കാറുണ്ട്. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് മാവെടുത്ത് മാറ്റി വെച്ചു. ബാക്കിയുള്ള ദോശയൊക്കെ ചുടാൻ വേണ്ടി റെഡിയാക്കി ഉപ്പൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ദോശയുടെ കൂടെ നല്ല ചുവന്ന ചട്നി ആക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ ചട്നിക്കുള്ള തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് അടുപ്പത്താക്കിയാൽ മാത്രം മതി. വോട്ട് ചെയ്യാൻ പോകാമെന്ന് പറയുന്നത് തന്നെ എപ്പോഴും ഒരാവേശമാണ്. അപ്പം നമ്മുടെ അവകാശമാണ്, അത് നമ്മൾ എന്തായാലും വിനിയോഗിക്കുക തന്നെ വേണം. അപ്പം മക്കൾ ചെറിയ പ്രായമായിരിക്കുമ്പം തന്നെ വോട്ട് ചെയ്യാൻ അവരെയും കൊണ്ട് പോകുമ്പം വളരെ പാടായിരുന്നു, ക്യൂവിൽ നിന്നിട്ടൊക്കെ വോട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ. അപ്പോൾ ഉമ്മയുപ്പൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ പോയിട്ട് ചെയ്യാറ്. പക്ഷേ ഈ ദിവസം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ദോശയെല്ലാം ചുട്ട് വെച്ചു. അതേസമയം തന്നെ ചട്നി അടുപ്പത്താക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് താളിച്ചിട്ട് അതിലേക്ക് തേങ്ങയിൽ വറ്റൽമുളകും ചെറിയുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും കൂടിയിട്ട് അരച്ചിട്ടുള്ള അരപ്പിട്ടിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഇട്ടിട്ട് മിക്സാക്കിയിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫാക്കി വെച്ചാൽ നല്ല അടിപൊളി ചട്നി റെഡി ആയിട്ടുണ്ട്. ഞങ്ങളെ വീട്ടിലെല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു ഫുഡാണ് ഉഴുന്ന് ദോശയും ചട്നി സാമ്പാറൊക്കെ. പക്ഷെ ഇന്ന് സാമ്പാർ വെക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് വെക്കുന്നില്ല. അങ്ങനെ രാവിലത്തെ ഭക്ഷണമെല്ലാം ആയി. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു, കുളിച്ചിട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോഴിക്കോടുള്ള നിത്താത്ത വരെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് മുഴുവനും ഇതുപോലെ ഒരുപാട് നമ്മുടെ സ്ഥാനാർത്ഥികളുടെ ചിത്രം, ചിഹ്നങ്ങളും അവരുടെ ഫ്ലെക്സും ബോർഡും ഒക്കെ കാണാമായിരുന്നു. നമ്മുടെ മണ്ഡലം വരുന്നത് വടകര മണ്ഡലമാണ്. ഇലക്ഷൻ വരുമ്പോൾ വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നിനും ഉപയോഗിക്കാത്ത ID കാർഡ് അന്നത്തെ ദിവസമാണ് പുറത്തെടുക്കുക. അങ്ങനെ പോളിംഗ് ബൂത്തിലെത്തി ഞങ്ങളുടെ പേരൊക്കെ അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി നെയിം സ്ലിപ്പും കൊണ്ട് ബൂത്തിലേക്ക് നടക്കുകയാണ്. ചെറിയൊരു സ്കൂളിലാണ് നമ്മുടെ പോളിംഗ് ബൂത്ത്. അപ്പോൾ പോയ സമയത്ത് ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു ക്യൂവിൽ. അപ്പോൾ ആണുങ്ങളെ കാട്ടി കുറവായിരുന്നു സ്ത്രീകൾ. ഞങ്ങൾ ക്യൂ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് ഓപ്പൺ വോട്ടുകാരുണ്ടായത് കൊണ്ട് തന്നെ 1 മണിക്കൂറോളം അവിടെ നിൽക്കേണ്ടി വന്നു. നല്ല ചൂടായിരുന്നു, അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വളരെ ടയേർഡായിപ്പോയി. എന്നാലും സമാധാനപരമായിട്ട് തന്നെ വോട്ട് ചെയ്തിട്ട് പുറത്തിറങ്ങാൻ പറ്റി. അങ്ങനെ വോട്ട് ചെയ്ത് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നേരെ ഞങ്ങൾ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകാമെന്ന്. അങ്ങനെ പോകുന്ന വഴി തലശ്ശേരിയിലെത്തിയപ്പോൾ അവിടുന്ന് കുട്ടിയൊക്കെ 2 സ്നാക്കൊക്കെ വാങ്ങിക്കൊടുത്തു. അവർ രാവിലെ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ റിലേറ്റീവിൻ്റെ വീട്ടിലെത്തി. അവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. അവരോട് അല്പം വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് വീണ്ടും വീട്ടിലേക്ക് തന്നെ വിട്ടു. ഈ കാണുന്നത് പുതിയതായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള മുഴപ്പിലങ്ങാട് കുഞ്ഞിപ്പള്ളി ബൈപ്പാസ് റോഡാണ്. അപ്പോൾ അവിടുന്ന് വിടുമ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് നല്ല മധുരമുള്ള വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ആ പോയ സ്ഥിതിക്ക് നമുക്ക് ചക്ക കഴിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പം ഞങ്ങൾ വീട്ടിലെത്തുന്ന സമയത്തേക്ക് ഉമ്മ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ചിക്കൻ റോസ്റ്റും പരിപ്പ് കറിയും വെറും ചോറുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ചിക്കൻ കണ്ടപ്പം വിശപ്പ് വല്ലാതെ അങ്ങ് കൂടിപ്പോയി. അങ്ങനെ വേഗം ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് ചോറൊക്കെ എടുത്ത് വിളമ്പി. അങ്ങനെ ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റുള്ള പരിപ്പ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ പരിപ്പുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പ് കറി. അതിൻ്റെ കൂടെ പപ്പടവും പൊരിച്ചു. പിന്നെ ചിക്കനും കൂടി ആയപ്പോൾ കുശാലായി. നിങ്ങളിങ്ങനെ ഒരു കോമ്പിനേഷൻ കഴിക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സാധാരണ ഞങ്ങൾ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഇതുപോലെ ചിക്കനും പരിപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കാറ്. പക്ഷേ ഇന്ന് ഞങ്ങൾ നെയ്ച്ചോറ് വെക്കാൻ നിന്നില്ല, വെറും ചോറ് തന്നെ വെച്ചു. അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞു. രാവിലത്തെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഉറക്കം കൂടി പാസ്സാക്കി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്